കുന്നത്തൂർ കോവൂർ കുഞ്ഞുമോന്റെ കുന്നത്തൂർ RSP വിളർന്നു മാറിയതിനു ശേഷവും RSP ലെനിനിസ്റ്റായി LDF-ൽ തുടർന്ന കോവൂർ കുഞ്ഞുമോന് കുന്നത്തൂരുകാർ എത്ര മാർക്ക് ഇടുന്നു? എന്താണ് കോവൂർ കുഞ്ഞുമോന്റെ മാർക്ക്? 50.84 ഉള്ളൂ. 50.84 വളരെ കുറവാണ്. 2001 മുതൽ തുടർച്ചയായി ജയിക്കുന്ന കോവൂർ കുഞ്ഞുമോൻ 25 വർഷം അല്ലേ? 25 വർഷമായതിന്റെ ജനങ്ങൾക്കുള്ള താല്പര്യക്കുറവായിരിക്കാം, ഒരു മടുപ്പുണ്ടാവാം. വേറെ കാര്യം, ഇവിടെ മത്സര ചിത്രം തെളിഞ്ഞൊരു മണ്ഡലമാണ്. ഇവിടെ ഉല്ലാസ് കോവൂരാണ് സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് നമ്മുടെ ചോദ്യങ്ങൾ ആൾക്കാർ പ്രതികരിക്കുകയും അവിടെ പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമോ ആരും സ്ഥാനാർത്ഥി വരുന്നതില്ല. കോവൂർ കുഞ്ഞുമോൻ മത്സരിക്കുമെന്നുള്ളതാണ് ആശയക്കുഴപ്പം. കോവൂർ കുഞ്ഞുമോൻ ആ സീറ്റ് കൊടുക്കുകയാണ്, അദ്ദേഹം മത്സരിക്കുന്നുള്ള. ഇവിടെ കോവൂർ കുഞ്ഞുമോൻ പറയുമ്പോൾ 50 എത്തുന്ന വളരെ ചുരുക്കം MLA-മാരാ. റാങ്ക് നമ്മൾ പറയുന്നില്ല, പക്ഷെ വളരെ താഴെയാണ്. അപ്പം ഇദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് വെച്ചിട്ട് ആ സീറ്റ് മണ്ഡലം കുന്നത്തൂരൊരു ഈ പറയുന്ന നമ്മൾ ഈ എലത്തൂരിന്റെ കാര്യം പറഞ്ഞത് കൊല്ലം ജില്ലയിലെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു മികച്ച സീറ്റുകളിൽ ഒന്നാണ് ലോക്സഭയിൽ ലീഡ് ചെയ്യുന്നത്. മാവേലിക്കര പാർലമെന്റിന്റെ കീഴിൽ വരുന്ന മാവേലിക്കരയും കുന്നത്തൂരുമാണ് LDF ലീഡ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ LDF-ന് തളികയിൽ എന്നതുപോലെ കിട്ടാൻ സാധ്യതയുള്ള കുന്നത്തൂർ മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കുക? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് കുന്നത്തൂരിന്റെ ചിത്രം? വരട്ടെ. UDF സർപ്രൈസ്, വലിയ അട്ടിമറിയാണ്. 8%, 8.39 നേരിയ മുൻതൂക്കമല്ല UDF. അത് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് തന്നെ മത്സര ചിത്രം തെളിഞ്ഞ കോവൂർ കുഞ്ഞുമോനും ഉല്ലാസ് കോവൂരുമാണ് മത്സരിക്കുന്നത് എങ്കിൽ എന്ന രീതിയിലാണ് ആൾക്കാർ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അവിടുത്തെ മൂഡ് ഏകദേശം ഒരു പ്രീ പോൾ മൂഡാണ്. അതായത് സ്ഥാനാർത്ഥികൾ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുക എന്നുള്ള ഫാക്ടർ തീരുമാനിച്ചുകൊണ്ടാണ് ആൾക്കാർ. 8.39 എന്ന് പറഞ്ഞാൽ അത് മാർജിനാണ്. അതായത് LDF-ൽ നിന്ന് UDF പിടിച്ചെടുക്കുന്ന കൊല്ലം ജില്ലയിലെ മറ്റൊരു മണ്ഡലമായി കുന്നത്തൂർ മാറുകയാണ്. നഷ്ടപ്പെടുക സമീപകാലത്തൊന്നും കുന്നത്തൂർ മണ്ഡലം LDF-ന് നഷ്ടമായിട്ടില്ല. ഉല്ലാസ് കോവൂർ മത്സരിക്കുന്ന എനിക്ക് തോന്നുന്നു 3ാമത്തെ തവണയാണ് ഈ തവണ മത്സരിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും പരാജയപ്പെട്ടു. നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. നമ്മളൊരു നിശ്ചിത ആൾക്കാരെ കുന്നത്തൂർ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സർവേ എങ്ങനെ ഡിസൈൻ ചെയ്താലും നമുക്ക് LDF സാമ്പിൾ ആയിരിക്കും കൂടുതൽ കിട്ടുക. LDF സാമ്പിളുകൾ കൂടുതൽ കിട്ടിയിട്ട് പോലും MLA-ക്ക് 50-ന് മുകളിൽ കടക്കാൻ പറ്റിയിട്ടില്ല മാർക്ക് പെർഫോമൻസ്. അപ്പം LDF-കാർക്ക് തന്നെ MLA-യോട് താല്പര്യമില്ല. അപ്പൊ അത് റിഫ്ലക്ട് ചെയ്യും. അപ്പം MS സെൻകുമാർ 82 കിട്ടുന്നതുകൊണ്ടാണ് LDF-ന് മുൻതൂക്കമുള്ള ഒരു മണ്ഡലത്തിൽ അവർക്ക് വലിയ താല്പര്യവും അവർക്ക് വലിയ താല്പര്യം MLA-യോട് ഉണ്ട്. കുന്നത്തൂര് ആ താല്പര്യം LDF-കാർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഈ കോവൂർ ആ മണ്ഡലത്തിൽ അത്ര താല്പര്യമില്ല എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷക്കാർക്ക് മറ്റെല്ലാ ചോദ്യങ്ങൾക്കും ഇടതുപക്ഷത്തിന് മുൻതൂക്കമുണ്ട്. അപ്പോ സർക്കാർ എങ്ങനെയുണ്ടെന്ന് വെക്കുമ്പോൾ മുൻതൂക്കമുണ്ട്. ഭരണമാറ്റം നമ്മുടെ ചോദ്യങ്ങളൊന്നും ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെ ഭരണ തുടർച്ച ഉണ്ടാകുമോ LDF-ന്? അത് ആ ചോദ്യങ്ങളിലൊക്കെ രാഷ്ട്രീയ ചോദ്യങ്ങളിലൊക്കെയും കുന്നത്തൂര് LDF-ന് അനുകൂലമായി നിൽക്കുമ്പോൾ MLA-യുടെ പ്രവർത്തനം MLA-യുടെ മാർഗ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഞാൻ പറഞ്ഞ ചിത്രം തെളിഞ്ഞൊരു മണ്ഡലം എന്ന രീതിയിൽ ആളുകളുടെ മനസ്സിൽ കോവൂർ കുഞ്ഞുമോനും ഉല്ലാസ് കോവൂരിന്റെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ. അവിടെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ വെല്ലുവിളി നേരിടുന്നത്. സിഗ്നൽ ഉണ്ട് അല്ലെ? UDF-ന് വലിയ പ്രതീക്ഷയും കൂടി നൽകുന്നുണ്ട്. കുന്നത്തൂർ പോലെ സീറ്റ് ജയിക്കാൻ പറ്റിയാൽ കരുനാഗപ്പള്ളി സീറ്റ് ഒരു കഴിഞ്ഞ ജയിച്ചു, കുണ്ടറ ജയിച്ചു, കുന്നത്തൂർ അഡീഷണൽ സീറ്റ് കിട്ടുന്നതാണ്. മറ്റേ നിലനിർത്തുപോലെന്നുള്ളതല്ല. തീർച്ചയായിട്ടും സാധ്യത. ചുവരെഴുത്ത് വളരെ വ്യക്തമാണ്. വായിക്കേണ്ടവർക്ക് വായിക്കാം. കൃത്യമായും ഇടതുമുന്നണിക്ക് ഒരു അപായ സിഗ്നൽ കൃത്യമായും കുന്നത്തൂരിൽ നിന്നുണ്ട്. വളരെ മെച്ചപ്പെട്ട ഒരു മേൽക്കൈ കുന്നത്തൂരിൽ UDF-നുണ്ട് എന്നാണ് സ്കോറിന്റെ ഒപ്പീനിയൻ പോൾ പറയുന്നത്.